ഓം ഗുരുവേ നമ. നമ്മൾ മഹാരോഗങ്ങളുടെ, പ്രത്യേകിച്ചും അർബുദം, പ്രമേഹം പോലുള്ള രോഗങ്ങളുടെ 5ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ തവണ ഭക്ഷണം, വിദ്യാഭ്യാസം, വൈദ്യം, തൊഴിൽ ഇവയൊക്കെ എങ്ങനെ രോഗകാരണമാകുന്നു എന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. ഈ രംഗങ്ങളെല്ലാം മലിനമായി, കേടുവന്നു, അല്ലെങ്കിൽ കെട്ടുപുഴുത്തു എന്ന് പറയാവുന്ന അവസ്ഥയിലാണ്. ആരോഗ്യം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളില്ല, സ്വാദു മാത്രം നോക്കി ഭക്ഷണം കഴിക്കുന്ന ശീലം വന്നു. ഒരു ഭക്ഷണം ശരീരത്തിലെത്തിയാൽ പെട്ടെന്ന് മരിക്കില്ലെങ്കിൽ അത് കഴിക്കാം എന്നുള്ള ഒരു നിലപാടിലേക്ക് നമ്മുടെ ചിന്ത വളർന്നു. വിദ്യാഭ്യാസവും തൊഴിലിനു വേണ്ടി മാത്രം, പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം അറിവ് നേടുക എന്ന രീതിയിലേക്ക് വന്നു. ഭാരതം ഏറ്റവും മഹത്തമായി കണ്ടിരുന്നത് അറിവിനെയായിരുന്നു. പാശ്ചാത്യരിൽ നിന്നും മറ്റ് സംസ്കാരങ്ങളിൽ നിന്നുമൊക്കെ നമുക്കുള്ള വ്യത്യാസവും അതുതന്നെയാണ്. വൈദ്യം ഒരു സേവനമായും ജീവിതധർമ്മമായും കാണേണ്ട തൊഴിലായിട്ടാണ് ഭാരതം അതിനെ കണ്ടിരുന്നത്. ഇന്ന് എല്ലാം ഒരു തൊഴിൽ എന്ന നിലയിലേക്ക്. എന്നാൽ ഈ തൊഴിലിൽ ഏർപ്പെട്ടാലും അവിടെ തൊഴിലിനോടുള്ള ആത്മാർത്ഥതയില്ലായ്മയും, തൊഴിലിൽ എങ്ങനെയെല്ലാം വ്യഭിചാരം ചെയ്ത് കൂടുതൽ പണമുണ്ടാക്കാം എന്നിങ്ങനെയുള്ള ഒരു രീതിയിൽ എല്ലാ തൊഴിൽ രംഗങ്ങളും അധപ്പതിച്ചു. വാക്കുകൾ വഴിതെറ്റി, ചിന്തകൾ ചതിച്ചു. മാലിന്യങ്ങളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടവും വന്നു. ഇതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തെറി പറയുന്നവർക്കാണ് കൂടുതൽ ലൈക്കുള്ളത്, വഴക്ക് കൂടുന്നവർക്കാണ് കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്. ഇങ്ങനെ നമ്മുടെ വൃത്തികെട്ട വാക്കുകൾ പറയുന്നവരെ കാണാൻ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ഒഴുകിയെത്തുകയാണ്. ഈ രീതിയിൽ ഒരു സംസ്കാരം ജനങ്ങൾക്കിടയിലും രൂപപ്പെട്ടിരിക്കുന്നു. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കയ്യോ വായയോ വൃത്തിയാക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കുന്നിടത്ത് പാലിക്കേണ്ട യാതൊരു അച്ചടക്കവും പാലിക്കാതിരിക്കുക, ഇരുന്ന് തിന്നുക, ബുഫെ എന്നെല്ലാം അതിന് ഓമനപ്പേരിടും. സ്റ്റാർ ഹോട്ടലുകളിൽ വരെ ഈ ഇരുന്ന് തിന്നൽ ഒരു അഭിമാനമായും അന്തസ്സായും കാണുന്നവരുടെ ഒരു തലമുറ വളർന്നിരിക്കുന്നു. ഇതിനൊക്കെ പുറമെയാണ് സൗജന്യം കിട്ടണം എന്നൊരാഗ്രഹം നമ്മളിൽ വല്ലാതെ ശക്തമായത്. സബ്സിഡി ഉള്ള സാധനങ്ങൾക്ക് ജനങ്ങൾ ഇടിച്ചു കയറും. സംവരണം ഏത് നിലയ്ക്കും അത് കരസ്ഥമാക്കണം. സൗജന്യം എവിടെയെല്ലാം കിട്ടുമോ അതെല്ലാം ഏറ്റുവാങ്ങണം. ഈ ഒരു രീതിയിൽ ഒരു ബെഗർ കൾച്ചർ വളർത്തിയെടുത്തിരിക്കുന്നു നമ്മുടെ സർക്കാരുകളും മതങ്ങളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം. ഇതിന് ഈ പറഞ്ഞതിനെല്ലാം കൂട്ടുനിൽക്കുന്നുമുണ്ട്. മറ്റുള്ളവരിൽ കുറ്റം കാണുന്ന ഒരു പ്രവണത വളരെ ശക്തമായി, വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. എനിക്ക് അവൻ്റെ കുറ്റം കാണാൻ കഴിയുമെങ്കിൽ മാത്രമേ എനിക്ക് ബുദ്ധിയുള്ളൂ എന്ന് ഞാനും മറ്റുള്ളവരും അംഗീകരിക്കുകയുള്ളൂ എന്ന അവസ്ഥയിലാണ് നമ്മുടെ സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞവയെല്ലാം ഇത്തരം മഹാരോഗങ്ങൾക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അടിവരയിട്ട് സൂചിപ്പിക്കുന്നത്. ഈ അവസ്ഥകളൊക്കെ മാറാതെ നമ്മൾ മരുന്ന് മാത്രം കണ്ടുപിടിച്ചതുകൊണ്ട് ഈ രോഗങ്ങളിൽ നിന്നൊന്നും നമുക്ക് അടുത്ത കാലത്തെങ്കിലും മുക്തി കിട്ടും എന്ന് വിചാരിക്കേണ്ട.
നമ്മുടെ സംസ്കാരം മാറണം, നമ്മുടെ ചിന്തകൾ മാറണം, നമ്മുടെ സാമൂഹ്യ പെരുമാറ്റ രീതികൾ മാറണം, ദിനചര്യകളിൽ മാറ്റം വരേണ്ടതുണ്ട്, ചിന്തകളിൽ മാറ്റം വരേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു അസ്വസ്ഥതയില്ലാത്ത മനസ്സിനെ, അതുകൊണ്ടാണ് ഭാരതം എപ്പോഴും ഓം ശാന്തി 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 എന്ന് പറഞ്ഞത്. ഒരു മനുഷ്യന് അതുമാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് യഥാർത്ഥത്തിൽ പട്ടിണി മാറ്റേണ്ട ആവശ്യമില്ല, വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ല, യാത്രകൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഉന്നത വിദ്യാഭ്യാസമോ തൊഴിലോ നേടേണ്ട ആവശ്യമില്ല. എല്ലാം ഒറ്റ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാമായി. അതാണ് ശാന്തി. ആ ശാന്തി ഉള്ളവനെ മറ്റൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഏറ്റവും ആദ്യവും ഏറ്റവും അവസാനവും നമ്മൾ ശാന്തി 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 എന്നാണ്. ഒരു ശാന്തി ശരീരത്തിന്, മറ്റൊന്ന് മനസ്സിന്, മൂന്നാമത്തെ ശാന്തി ആത്മാവിന്. ഇത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാമായി എന്നുള്ളതാണ് ഭാരതീയ പൗരാണികരുടെ ഒരു നിലപാടും അവരുടെ അന്തിമമായ ഒരു കണ്ടെത്തലും. ഇങ്ങനെ ഉള്ള ഒരു പാരമ്പര്യമുള്ള ഒരു ജനതയാണ് ഇന്ന് നിത്യവും വൈദ്യസേവനത്തിനായി ക്യൂ നിൽക്കുന്നതും ജീവിതത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ ജീവിക്കാൻ ഉപയോഗിക്കേണ്ട പണം മുഴുവൻ ആശുപത്രികളിൽ ചെലവാക്കുന്നതുമെന്ന ദുഃഖസത്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ പൗരാണികൻ്റെ ചില കണ്ടെത്തലുകൾ, ഭൈഷജ്യരത്നാവലിയെക്കുറിച്ച് കഴിഞ്ഞ തവണ പറഞ്ഞു. അതിൽ താണ്ഡവരോഗം എന്ന ഒരു വിഭാഗത്തെപ്പറ്റി പറയുന്നുണ്ട്. താണ്ഡവം എന്നാൽ നൃത്തം. നൃത്തം ലാസ്യനൃത്തമല്ല താണ്ഡവം എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ താണ്ഡവ നൃത്തം, ഇതിനെ ആധുനികർ സെയിൻറ്റ് വിച്ചസ് ഡാൻസ് എന്ന് പറയും. ഏതോ ഒരു പാതിരി, സെയിൻറ്റ് വിച്ചസ് എന്നറിയപ്പെടുന്ന പാതിരി, അദ്ദേഹം ഭക്തി പാരവശ്യത്തിൽ ചെയ്ത ഡാൻസ് പോലെ ഒരു രോഗി തൻ്റെ രോഗാവസ്ഥയിൽ അങ്ങനെ ഉള്ള അംഗവിക്ഷേപങ്ങൾ കാണിക്കുമ്പോൾ ഇത് കണ്ടിട്ടാണ് ആ പേര് തന്നെ ആ രോഗത്തിനിട്ടത്. കൊറിയാവിൻ ഡിസീസ്, വീൽസ് പിന്നെ അതുപോലെ പാർക്കിൻസൺസ് ഡിസീസ്, ഇങ്ങനെ ഒരുപാട് താണ്ഡവ രോഗങ്ങളെക്കുറിച്ച് ഭൈഷജ്യരത്നാവലി ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങൾ, അത് വന്ന വഴി, അതിനെ പരിഹരിക്കേണ്ട വഴി, ഇതെല്ലാം അവിടെ വളരെ വ്യക്തമായിട്ട് അവർ എല്ലാം നേരിട്ട് കണ്ടതുപോലെ, അല്ലെങ്കിൽ എല്ലാം ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി, കോശങ്ങളിലേക്ക് ഇറങ്ങി കണ്ടുപിടിച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതുപോലെ അവരെഴുതി വച്ചിട്ടുണ്ട്. അത് ഏത് ഉപകരണം ഉപയോഗിച്ചു എന്നുള്ളത് ഇന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അത് നമുക്ക് ആധുനികർ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അന്ന് അങ്ങനെയൊന്നുമില്ല, എന്തൊക്കെയോ എഴുതി വെച്ചു എന്ന് പറയുന്നവർ തന്നെ അതേ പേര് തന്നെയാണ് ഇപ്പോൾ ഇംഗ്ലീഷിൽ ഈ രോഗങ്ങൾക്കൊക്കെ ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിശയകരമായിട്ടുള്ള മറ്റൊരു വസ്തുത. അപ്പോൾ ഇങ്ങനെ നേരിട്ട് കണ്ടതുപോലെ പൗരാണികന് എഴുതാൻ അവനെ സഹായിച്ച ഉപകരണമേത്, അതോ ഉപകരണങ്ങളെയൊക്കെ മറികടക്കുന്ന വിധത്തിൽ അവൻ അവൻ്റെ തലച്ചോറിനെ ഒരു ഉന്നതാവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നുവോ, ഇതെല്ലാം നമ്മൾ കൂടുതൽ പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഒരവയവത്തിൽ രോഗമുണ്ടായാൽ ആ അവയവത്തിനെ മാത്രം ചികിത്സിച്ചാൽ പോരാ, അല്ലെങ്കിൽ ആ അവയവത്തിനെ ചികിത്സിക്കുമ്പോൾ അവിടെ വാതമാണോ പിത്തമാണോ കഫജമാണോ ആ രോഗം അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം അവ പരിഹരിക്കുമ്പോൾ ഇതര അവയവങ്ങൾക്ക് കേടുവരുത്തരുത് അല്ലെങ്കിൽ കേടുവരരുത് എന്നൊരു നിർബന്ധ ബുദ്ധി കൂടി അന്നത്തെ വൈദ്യവിശാരദന്മാർക്കുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് അവരുടെ കണ്ടുപിടുത്തങ്ങളും മുന്നോട്ട് പോയത്. ബാക്കി അടുത്ത ഭാഗത്തിൽ പറയാം. നമസ്തേ.